നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും കുരുമുളകും ഇട്ട് ധാരാളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളം ധാരാളം ഒഴിക്കാൻ പറഞ്ഞത് അത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ് സൂപ്പിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു കപ്പ് സ്വീറ്റ് കോൺ, ഫ്രഷ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിൽ. ശേഷം പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക, ഒരു 2 സ്പൂൺ ഗാർലിക് ഇടുക, നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതിടുക, അല്ലെങ്കിൽ സ്പ്രിംഗ് അനിയൻ ഇട്ടാലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് സോട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ അരച്ച സ്വീറ്റ് കോൺ അതും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വേവാൻ അനുവദിക്കുക. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം വെള്ളം കൂടി പോവാതെ നോക്കണം. അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് മൂടി വയ്ക്കുക, അടച്ച് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അതിനെ വേവിക്കാനായിട്ട് വയ്ക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ആ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റോക്കിലേക്കാണ് നമ്മൾ ഈ ഒരു സംഭവത്തിനെ, ഈ ഒരു വെന്ത് കഴിയുമ്പം ഈ ഒരു ഗ്രേവീനെ നമുക്കിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനെ നമ്മളിങ്ങനെ അരിച്ചൊഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒന്നും കൂടെ തിളപ്പിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ബാക്കി ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് ഞാൻ അതേ പാനിലേക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൽ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ, ചിക്കൻ പീസസ് ഷ്രെഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി സ്വീറ്റ് കോൺ മുഴുവനെ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പെപ്പർ. എന്നിട്ട് അത് കൂടാതെ ഒരു 2 സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ കലക്കി ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു തിക്നെസ്, കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ സൂപ്പിൻ്റെ മുകളിൽ കിടക്കുന്ന ആ നല്ല തളുതളൂന്നുള്ള മുട്ട പീസസും റെഡിയാണ് കേട്ടോ. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെഡി.